من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനും ചെറിയ പെരുന്നാൾ ആഘോഷത്തിനും ശേഷം ആദ്യത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റി തീർക്കുമാറാവട്ടെ. അപാകതകളും വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നിരന്തരം കേട്ടവരാണ്. ഉല്ലിഖത്ത് അബ്വാബുന്നാർ വസുഫിദത്ത് ശയാത്തീൻ. റമളാൻ മാസമായി കഴിഞ്ഞാൽ നരക കവാടങ്ങൾ കുട്ടിയടയ്ക്കപ്പെടും. അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. എന്നാൽ ശവ്വാൽ പിറന്നതോടുകൂടി പിശാചിൻ്റെ മേലുള്ള കെട്ടുകൾ അതഴിഞ്ഞിരിക്കുന്നു. പിശാച് സ്വതന്ത്രനായിരിക്കുന്നു. പിശാച് സ്വതന്ത്രനായതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെയൊക്കെ ജീവിതം പരിശുദ്ധ റമളാനിന് ശേഷം എടുത്ത് പരിശോധിച്ചാൽ ആ ഒരു സ്വാധീനം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിശാചിനും അവൻ്റെ ദുർബോധനങ്ങൾക്കും എത്രമാത്രം സ്വാധീനമാണ് മനുഷ്യരുടെ ജീവിതത്തിലുള്ളത് എന്നുള്ളത് അതിനുശേഷമുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായി നമ്മൾ വായിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പിശാചിനെ സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഓതി വച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലേ വിശ്വാസികളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ മതത്തിൽ പരിപൂർണമായി പ്രവേശിക്കണം. ഏതെങ്കിലും ഒരു മാസം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ മാത്രം മുസ്ലിമായി തീരുകയും അതല്ലാത്തപ്പോൾ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു ചാടി തോന്നുന്നതെല്ലാം കാണാനും തോന്നുന്നതെല്ലാം കേൾക്കാനും എല്ലാ ആസ്വാദനത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലൂടെയും കടന്നുപോയി ചില പ്രത്യേക സമയങ്ങളിലും സന്ദർഭങ്ങളിലും മാത്രം മുസ്ലിമായി തീരുന്ന ഒരവസ്ഥ അത് നിങ്ങൾക്കുണ്ടാകരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിൻ്റെ പിറകെ പോകരുത്. അവൻ്റെ പാദങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ കാൽപാദങ്ങളെ
നിങ്ങൾ അനുധാവനം ചെയ്യരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ആ ഗൗരവമേറിയ താക്കീത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നത്, യാ ബനി ആദം, അല്ലയോ മനുഷ്യരെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ, വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകുമുൽ ജന്ന, നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഉമ്മയായ ഹവ്വാ ബീവിയെയും നരകത്തിൽ നിന്ന് പുറത്ത് ചാടിച്ച് വഴിപിഴപ്പിച്ചതുപോലെ, തെറ്റിച്ചതുപോലെ പിശാച് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ എന്ന് വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം, പിശാച് അത് സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, ആ പിശാചിൻ്റെ ഒരു പ്രതിജ്ഞ, ഞാൻ നേർമാർഗത്തിൽ കുത്തിയിരിക്കും, എന്നിട്ട് ആ വഴിയിലൂടെ കടന്നു വരുന്നവരെ റബ്ബേ ഞാൻ പിഴപ്പിക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ പിശാച് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്നമായ അമ്റുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, ആ പിശാച് നമ്മളോട് കൽപ്പിക്കുന്നത് തിന്മകൾക്ക് വേണ്ടിയാണ്, വൃത്തികേടുകൾക്ക് വേണ്ടിയാണ്, തോന്നിവാസങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബിനനുസരിച്ച് മുന്നേറുന്നവരാണോ, അതല്ല പിശാചിനനുസരിച്ച് പിശാചിൻ്റെ കാൽപാദങ്ങൾ അനുധാവനം ചെയ്യുന്നവരാണോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ആ പൈശാചികമായ വലയിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരങ്ങൾ പോകും, നമ്മുടെ നോമ്പുകൾ പോകും, ഇബാദത്തുകൾ പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഇനി നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് പോലും പിശാച് കടന്നു വരും. ആ മനുഷ്യൻ്റെ നമസ്കാരത്തെ ബാത്തിലാക്കാനുള്ള ശ്രമങ്ങളുമായി പിശാച് കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതേപോലെ ബന്ധങ്ങളിൽ വല്ലാത്ത അകൽച്ചയുണ്ടാക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിശാച് പിണക്കങ്ങൾ ഉണ്ടാക്കി അകൽച്ചകൾ ഉണ്ടാക്കാനുള്ള പണിയെടുക്കും, ദമ്പതികളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കും. അതേപോലെ തിന്മ കൽപ്പിക്കും, നന്മ വിരോധിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആ പിശാചിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, ആ പിശാച് നിങ്ങളുടെ വ്യക്തമായ സ്പഷ്ടമായ ശത്രുവാണ്. അവന് ശത്രുവായി തന്നെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മളൊക്കെ നേടിയെടുത്തൊരു വല്ലാത്ത മൂലധനമുണ്ട്, വല്ലാത്തൊരു വെളിച്ചമുണ്ട്, വല്ലാത്തൊരു തെളിച്ചമുണ്ട്, ഒരു പ്രകാശമുണ്ട്. അതാണ് തഖ്വ എന്നുള്ള ആ പ്രകാശം. അത് കെടാതെ സൂക്ഷിക്കാനുള്ള വലിയൊരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന ഒരു രംഗം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തോട് ചോദിച്ചു, ലിമ തബ്കി, എന്തിനാണ് താങ്കൾ കരയുന്നത്? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി താങ്കൾ ഒരുപാട് പണിയെടുത്ത വ്യക്തിയല്ലേ, ഒരുപാട് അധ്വാനിച്ച വ്യക്തിയല്ലേ, എന്തിനാണ് താങ്കൾ ഈ മരണസമയത്ത് കരയുന്നത്? ആ സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ കരയുന്നത് ഞാൻ ഇവിടെ വിട്ടേച്ചു പോകുന്ന എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലാണ്. ആ സമ്പത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ റബ്ബെന്നെ ചോദ്യം ചെയ്യുമോ എന്നുള്ള പേടിയാണ്, ഭയമാണ് എൻ്റെ കണ്ണുകളെ നനയിച്ചത് എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ വീടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഒന്ന് നേരെ നിന്നാൽ ഞങ്ങളുടെ തല ആ വീടിൻ്റെ മേൽക്കൂരിയിൽ തട്ടുമായിരുന്നു. അത്രത്തോളം ചെറിയൊരു കുടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ആ വീട്ടിൽ 2 പാത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു പാത്രം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന പാത്രമാണെങ്കിൽ, രണ്ടാമത്തെ പാത്രം അംഗശുദ്ധി വരുത്താൻ ഒളുവെടുക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന പാത്രം. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും പിറക്കിയെടുത്തു, അത് വിൽക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അതെല്ലാം പിറക്കിയെടുത്തപ്പോൾ 20 ദിർഹമിന് പോലും, ആ 20 ദിർഹമിന് പോലും തികയാത്തത്ര സാധനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. എന്നിട്ടും അദ്ദേഹം കരയുകയാണ്. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ന് മനുഷ്യൻ സമ്പത്ത് ദൂർത്തടിച്ച്, ആ സമ്പത്ത് ദൂർത്തടിക്കുമ്പോൾ ആഡംബരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അതേപോലെ തന്നെ പലതരത്തിലുള്ള അനാവശ്യങ്ങളിലൂടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്, ആ സമയത്ത് തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് വഴുതിപ്പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ഒരു ചരിത്രം ഓർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചരിത്രം പഠിക്കുമ്പോൾ ഹിദായത്ത്, സന്മാർഗം എനിക്ക് കിട്ടണമെന്ന വല്ലാത്ത ആഗ്രഹവും
ആ വല്ലാത്ത തേട്ടവുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത യാത്ര പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ നേരായ മാർഗത്തിൽ നിലനിൽക്കാൻ, അതുവഴി മുന്നേറാനുള്ള പരിശ്രമം പലപ്പോഴും നമുക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നന്മയുടെ മാർഗത്തിൽ, ഹിദായത്തിൻ്റെ മാർഗത്തിൽ നിലകൊണ്ട പല ആളുകളും പിന്നീട് ലിബറൽ ചിന്താഗതികളിലേക്കും നിരീശ്വര നിർമ്മത പ്രസ്താവനകളിലേക്കുമൊക്കെ വഴുതിപ്പോകുന്നു. ഹിദായത്തിൽ നിന്ന് ലൊലാലത്തിലേക്ക്, വഴികേടിലേക്ക് വഴുതി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ നീ നിന്റെ ദീനിൽ എന്നെ നീ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് മനുഷ്യർ ജീവിതമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വല്ലാത്ത തിരക്കിലാണ്, എല്ലാവരും വല്ലാത്ത ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിൻ്റെ കാരണം അന്വേഷിച്ചാൽ എല്ലാവർക്കും പറയാനുള്ളത് ദുനിയാവിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള കണക്കുകളാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, എപ്പോഴാണ് നമുക്ക് തിരക്ക് വന്നത്, എപ്പോഴാണ് നമ്മൾ തിരക്കുള്ളവരായി മാറിയത്? അത് പരിശോധിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ അധികരിച്ചപ്പോഴാണ്, അനുഗ്രഹങ്ങൾ കൂടിയപ്പോഴാണ് നമ്മളൊക്കെ തിരക്കുള്ള ആളുകളായി മാറിയത്. 5 വക്ത് പോലും നിസ്കരിക്കാൻ ആളുകൾക്ക് സമയമില്ല. ഒരു ജുമഅയുടെ ഖുത്ബ പോലും പൂർണ്ണമായി ശ്രദ്ധിക്കാൻ, അതിലേക്ക് എത്തിച്ചേരാൻ പോലും ആളുകൾക്ക് സാധിക്കുന്നില്ല. ഉത്ബോധനങ്ങളും ക്ലാസ്സുകളിലേക്കുമൊക്കെ ക്ഷണിച്ച ആളുകൾ പറയും വല്ലാത്ത തിരക്കാണ്, എവിടെയാണ് അതിനൊക്കെ സമയം, എവിടെയാണ് അതിനൊക്കെ നേരം കിട്ടുക എന്ന് ചോദിക്കുന്ന വർത്തമാനങ്ങൾ സമൂഹത്തിലുണ്ട്. ഇവിടെ റബ്ബിൻ്റെ ഒരു ചോദ്യം മനുഷ്യരെ കാത്തിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നു. 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലൂടെ തിരക്കിൻ്റെ വല്ലാത്ത കഥകൾ പറയുന്ന, തിരക്കിൻ്റെ തീർത്താൽ തീരാത്ത കഥകൾ പറയുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കും. ആ അള്ളാഹുവിനോടും തിരക്കിൻ്റെ കഥകൾ പറയാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവന് ചിന്തിക്കാനും ആലോചിക്കുന്നവൻ ആലോചിക്കാനും പ്രവർത്തിക്കുന്നവന് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ എന്ന് റബ്ബ് തിരിച്ചു ചോദിക്കും. ആ സമയത്ത് എനിക്ക് ആയുസ് കിട്ടിയില്ല, എനിക്ക് ആരോഗ്യം കിട്ടിയില്ല, എനിക്ക് തിരക്കായിരുന്നു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെയൊക്കെ മുൻഗാമികൾ ജീവിച്ച ഒരു ജീവിതമുണ്ട്. മഹാനായ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. പ്രവാചകന്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ മുഖഭാവത്ത് നിന്ന് എനിക്ക് മനസ്സിലായി അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. പ്രവാചകൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പ്രവാചകന്റെ മുഖഭാവം വിളിച്ചോതുന്നുണ്ടായിരുന്നു. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു ഒരു യഹൂദിയുടെ അടുക്കലേക്ക്, ഒരു ജൂതന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ തോട്ടം നനയ്ക്കുന്ന ജോലി ഞാൻ ഏറ്റെടുക്കാം. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ തോട്ടം നനയ്ക്കുന്നതിന് കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു കൂലിയായി നിശ്ചയിച്ചത്, കൂലിയായി പറഞ്ഞത് ഒരു കാരക്കയാണ്. ഒരു ബക്കറ്റ് വെള്ളത്തിന്, ഒരു തൊട്ടി വെള്ളത്തിന് ഒരു കാരക്ക പ്രതിഫലമായി നൽകിയാൽ മതി, നിങ്ങളുടെ തോട്ടം ഞാൻ നനയ്ക്കട്ടെ എന്ന് ഒരു യഹൂദിയോട്, ജൂതനോട് ആ സ്വഹാബി അനുവാദം ചോദിക്കുകയാണ്. ആ ജൂതൻ അത്ഭുതപ്പെട്ടത്, വളരെ ലാഭകരമായൊരു കച്ചവടമാണല്ലോ, വളരെ ലാഭമുള്ളൊരു ഏർപ്പാടാണല്ലോ, ഒരു ബക്കറ്റ് വെള്ളത്തിന് ഒരു കാരക്ക കൂലി. അങ്ങനെ മഹാനായ സ്വഹാബി രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരി കിട്ടിയ കാരക്കയുമായി മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. വിശന്നൊട്ടിയ വയറുമായി നിൽക്കുന്ന നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ കാരക്ക, തനിക്ക് ജോലി ചെയ്ത് അധ്വാനിച്ച, രാത്രി മുതൽ അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടിയ ആ കാരക്ക അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് കൈമാറുമ്പോൾ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമുണ്ട്, കഅബേ 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പ്രതികരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി ചരിത്രം പഠിപ്പിക്കുന്നു. എന്തിനാണ്? ഒരല്പം എണ്ണ കടം വാങ്ങാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ അവിടെ ഇരുട്ടത്ത് വിളക്ക് തെളിയിക്കാൻ ഒരല്പം എണ്ണ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ എണ്ണ കടം വാങ്ങാൻ തൊട്ടടുത്ത വീട്ടിലേക്ക്
നടന്നു പോകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ ചരിത്രം പഠിപ്പിക്കുന്നു. സഹാബത്ത് ചോദിക്കുന്നു, അവിടെ ഒരല്പം എണ്ണ പോലും എടുക്കാനില്ലേ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ, ഒരല്പം എണ്ണ കിട്ടിയിരുന്നെങ്കിൽ വിശപ്പിന്റെ കാഠിന്യത്താൽ ഞങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് പറയുന്ന നമ്മുടെ ഉമ്മയാണ് ചരിത്രം പഠിപ്പിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് ഈ പള്ളി വിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്റ്റോർ റൂം ഉണ്ടാവും. അതൊന്ന് തുറന്നു നോക്കിയാൽ എത്ര ദിവസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളാണ്, ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ അടുക്കളയിലും ആ സ്റ്റോർ റൂമുകളിലുമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അനുഗ്രഹങ്ങൾ അധികരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നന്ദി കെട്ടവരായി മാറുന്നത്, നമുക്ക് തിരക്കുള്ളവരായി മാറുന്നത്, നമുക്ക് സമയമില്ലാത്തവരായി മാറുന്നത്. നമ്മുടെ ശരീരം ഒന്ന് തളർന്നു വീണാൽ, നമ്മളൊരു രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടാൽ, നമ്മൾ നമ്മുടെ ബെഡിലൊന്ന് തളർന്നു കിടക്കുന്ന അവസ്ഥ വന്നാൽ നമുക്ക് പിന്നെ തിരക്കുകളില്ല, നമുക്ക് പിന്നെ സമയം ഒരുപാട് ബാക്കിയാണ്. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തിരക്കിൻ്റെ ആളുകളായി മാറുന്നത്. ഇബ്നു അദ്ഹം ഒരു ചെറുപ്പക്കാരനെ കണ്ടു. പനി ബാധിച്ച് നെറ്റിയിൽ തുണി നനച്ചിട്ട ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം കാണുകയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഇബ്നു അദ്ഹം ചോദിച്ചു, നിങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏതെങ്കിലും നിലയ്ക്കുള്ള ഇതല്ലാത്ത, ഈ പനിയല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഇതിനു മുമ്പ് എനിക്കൊരു പരീക്ഷണവും നേരിടേണ്ടി വന്നിട്ടില്ല. വീണ്ടും അദ്ദേഹം ചോദിച്ചു, സാമ്പത്തികമായ റബ്ബ് നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, എന്നെ പരീക്ഷിച്ചിട്ടില്ല. ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ കൊണ്ട് റബ്ബ് നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ? ആ സമയത്തും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, പരീക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിമാനം അത് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ? ഓരോ ചോദ്യത്തിനും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുകയാണ്, ചെറിയൊരു പനി കൊണ്ട് റബ്ബ് നിങ്ങളെ പരീക്ഷിച്ചപ്പോൾ അതിൻ്റെ അടയാളം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കാണിച്ചു. എന്നാൽ പലതിലും പരീക്ഷിക്കാതെ അനുഗ്രഹമായി തന്നതിൻ്റെ എന്തടയാളമാണ് നിങ്ങൾ ബാക്കി വെച്ചത്? പലതിലും റബ്ബ് നമ്മളെ പരീക്ഷിക്കാതെ വിട്ടിട്ടുണ്ട്, അതിൻ്റെ എന്തടയാളമാണ് നമ്മൾ ബാക്കി വെച്ചത്? പലപ്പോഴും ഒരു ഉത്ബോധന സദസ്സിലേക്ക് വിളിച്ചാൽ ചില ആളുകൾ പറയും, ചെറിയ ചില കാരണങ്ങൾ പറയാറുണ്ട്. ഒരു ചെറിയ തലവേദനയോ ഒരു പനിയോ ഒക്കെ പറഞ്ഞ് ഒരുപാട് നന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അവരോടാണ് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇതൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത സമയത്ത് ജമാഅത്തിൽ കൃത്യമായി എത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ കൈകളിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവൻ നമ്മുടെ മുന്നിൽ കൈനീട്ടി വരുന്ന സമയത്ത്, ആ സമ്പത്തുള്ള സമയത്ത് ഒരു 10 രൂപയെങ്കിലും മനസ്സറിഞ്ഞ് റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഇല്ലായ്മകളും ആവലാദികളും വേവലാദികളും പറയാൻ നമ്മൾ മുൻപന്തിയിലാണ്. പക്ഷേ റബ്ബ് നൽകിയതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു, നമ്മൾ വിസ്മരിച്ചു പോകുന്നു. അതുകൊണ്ടാണ് നമസ്കാര ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, അഇന്നി, എന്നെ നീ സഹായിക്കണമേ എന്നും നിന്നെ ഓർക്കാൻ, അലാ ദിക്രിക വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല ആരാധനകൾ ചെയ്യാൻ റബ്ബേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കണ്ണിൽ ഒരു മണൽത്തരി പ്രവേശിച്ചാൽ എന്തൊരു അസ്വസ്ഥതയായിരിക്കും നമുക്കല്ലേ? ഒരു മണൽത്തരി നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്. നമ്മളെ കണ്ണ് ഉറങ്ങുമ്പോൾ അത് അടഞ്ഞു പോകും. ആ കണ്ണടയാത്ത അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ആ കണ്ണൊന്ന് അടഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉറക്കം എന്താകും? നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളിലൂടെ രക്തം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ ആ പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ നീളം? എത്രയാണ് ആ രക്തക്കുഴലുകളുടെ നീളം? എത്രയാണ്? 96,560 കിലോമീറ്റർ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ നീളം 96,560 കിലോമീറ്ററുകളാണെങ്കിൽ ഈ ഭൂമിയെ 2.5 പ്രാവശ്യം ചുറ്റാൻ മാത്രം വ്യാപ്തി ഒരൊറ്റ മനുഷ്യന്റെ ശരീരത്തിലെ രക്തക്കുഴലുകൾക്കുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം. ആ ശരീരത്തിലെ വളരെ നേർത്ത ആ കുഴലുകളിലൂടെ രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, രക്തത്തിന്റെ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു പിടുത്തം വന്നാൽ, റബ്ബൊരു പിടുത്തം അവിടെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി മാറും, നമ്മുടെ ജീവിതത്തിന്റെ കോലം മാറും. ഒരു ഫജറിന് പോലും സുബഹിക്ക് പോലും എഴുന്നേൽക്കാത്ത മനുഷ്യൻ പോലും 4 മണിക്ക് അലാറം വെച്ച മനുഷ്യൻ എണീക്കും. എന്നിട്ട് റോഡുകളിലൂടെ കൈകൾ വീശിയ മനുഷ്യൻ നടക്കും. കാരണം തൻ്റെ ശരീരം അതിൽ രക്തപ്രവാഹം സുഗമമായി നടക്കണം.
സുഗമമായി നടക്കണം. അതേപോലെ പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടും ഒരു നോമ്പ് പോലും, ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ ഒരു നോമ്പ് പോലും എടുക്കാൻ തയ്യാറാകാതിരുന്ന പല മനുഷ്യനും ശരീരത്തിലൊരു പിടുത്തം വരുമ്പോൾ, ഒരു ബ്ലോക്ക് വരുമ്പോൾ എന്തൊക്കെ ഭക്ഷണമാണ് ആ മനുഷ്യൻ വേണ്ടെന്ന് വെക്കുന്നത് അല്ലേ? ഒരു രോഗം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പലപ്പോഴും ഏതൊക്കെ ത്യാഗങ്ങളാണ് മനുഷ്യൻ ചെയ്യാൻ തയ്യാറാകുന്നത്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകുമ്പോൾ, ആയുസ് നൽകുമ്പോൾ, ഒഴിവു സമയം നൽകുമ്പോൾ റബ്ബിനെ മറന്ന് ജീവിക്കുന്നു. അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ക. അതെ, മനുഷ്യന്മാർ പ്രാമുഖ്യം കൊടുക്കുന്നത് ദുനിയാവിലാണ്, ഈ ദുനിയാവിലെ ആസ്വാദനങ്ങൾക്കാണ്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ക, എന്നാൽ മറന്നു പോകണ്ട, പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരങ്ങളെ, നമുക്ക് കിട്ടിയ ആയുസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ഖബറിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി എങ്ങാനും ഈ ഭൂമിയിലേക്കെങ്ങാനും തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടായാൽ, അല്ലെങ്കിൽ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് എന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ചോദിച്ചാൽ, ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി പറയും, 2 റക്അത്ത് നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി പറയുമായിരുന്നു. അതാണ് അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പലപ്പോഴും അതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ അധ്യായം നമുക്കറിയാം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തുടങ്ങി അത് അവസാനിക്കുന്ന ഏറ്റവും അവസാനത്തെ ആയത്തേതാണ്? പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്ത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. പരിപൂർണമായി മനുഷ്യന് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട്. അവിടെ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ശൂ യൗമൻ, ഒരു ദിവസത്തെയും സൂക്ഷിക്കണം. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണും നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ നമുക്കൊന്നും ചെയ്തു തരാത്ത, അവര് നമ്മളെ കൈയൊഴിയുന്ന, അവരെ നമ്മൾ കൈയൊഴിയുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട്. ആർക്കും ആരെയും ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസം കടന്നു വരാനുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് അള്ളാഹു വെറുതെ പറയല്ല, റബ്ബിന്റെ വാഗ്ദാനമാണ്. അവൻ കളവ് പറയാറില്ല, അവൻ വെറുതെ ഒരു കാര്യം പറയാറില്ല. അതുകൊണ്ട് ദുനിയാവ് കണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടേണ്ടതില്ല. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ പിശാചും നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ. തഫ്സീറുകൾ കാണാം, നാളെ പരലോകത്ത് അല്ലാഹു കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് അവിടെ ചില ഉമ്മമാര് കടന്നു വരും, ചില ഉപ്പമാര് കടന്നു വരും, ചില മക്കൾ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ അള്ളാഹുയുടെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ ചില ആളുകളുടെ നന്മയും തിന്മയും സമമാവുകയാണ്, ഒപ്പമാവുകയാണ്. ഒരു നന്മ കിട്ടിയാൽ അവർക്ക് രക്ഷപ്പെടാം, ഒരു നന്മ കിട്ടിയാൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. പക്ഷേ അതിനുള്ള അവസരം അവർ ദുനിയാവിൽ ഉപയോഗപ്പെടുത്തിയില്ല. അങ്ങനെ ഒരു നന്മ കിട്ടിയാൽ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. ആ സമയത്ത് മക്കൾ ഉമ്മമാരുടെ അടുത്തേക്ക് ചെല്ലും. ഉമ്മമാരുടെ പ്രത്യേകത നമുക്കറിയാം. ആ ഉമ്മമാര് മക്കൾ എന്തു ചോദിച്ചാലും കൊടുക്കും. ഒരുപക്ഷേ കയ്യിലുള്ള ഭക്ഷണ സാധനം മക്കളുടെ വായിലേക്ക് വെച്ച് സ്വന്തം വായിലേക്ക് വെക്കുന്ന സമയത്താണ് മക്കൾ ചോദിക്കുന്നതെങ്കിൽ വായുടെ ഉള്ളിൽ നിന്ന് എടുത്താണെങ്കിലും കൊടുക്കാൻ തയ്യാറാകുന്ന അങ്ങേ അറ്റത്തെ സ്നേഹത്തിന്റെ നിറകുടമാണ് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ. പക്ഷേ ആ സമയത്ത് ഒരു ഉമ്മയും ഒരു ഉപ്പയും തങ്ങൾ ഈ ലോകത്ത് എന്തൊക്കെ കൊടുക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി തങ്ങളുടെ നന്മയിൽ നിന്ന്, ഉമ്മ ഉപ്പ നിങ്ങളുടെ നന്മയിൽ നിന്ന് ഒന്നെനിക്ക് നൽകിയാൽ എനിക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന് പറയുമ്പോൾ ആ ഉമ്മമാര് പറയും, ഉപ്പമാര് പറയും, ഇല്ല മോനെ, എൻ്റെ നന്മയിൽ നിന്നൊന്നും നിനക്ക് തരാൻ സാധ്യമല്ല. തിരിച്ചും അങ്ങനെയാണ്. മക്കളോട് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി തങ്ങളുടെ നന്മയിൽ നിന്നൊന്നും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ദിവസം കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനൊരു ദിനം കടന്നു വരാനുണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ താബിഈ പണ്ഡിതനാണ്.
അദ്ദേഹത്തോട് ചോദിക്കുന്നു, മാ സിർറുക സുഹദിക ഫിദ്ദുനിയ, എപ്പോഴും ദുനിയാവിനോട് നിങ്ങൾ ഒരു അകൽച്ച കാത്തു സൂക്ഷിക്കാറുണ്ടല്ലോ, എന്താണ് കാരണം? ആ സമയത്ത് അദ്ദേഹം പറയുന്നൊരു മറുപടി, അലിംതു ബി അന്ന റിസ്ഖി ലൻ യഖുദുഹു ഗൈരി. ചില ആളുകളെ സമൂഹത്തിൽ കാണാം, ഒരു വക്ത് നമസ്കാരത്തിൽ പള്ളിയിൽ കയറാൻ അവരെ കിട്ടുകയില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ദുനിയാവിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ തൻ്റെ കച്ചവടത്തെക്കുറിച്ച്, തൻ്റെ ബിസിനസ്സിനെ കുറിച്ച്, ഇതിനൊക്കെ ഇടയിൽ പള്ളിയിൽ നിന്നും നമസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാണ് അത്തരം ആളുകൾ പറയുന്നത്. അവരെക്കുറിച്ചാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ്, ബി അന്ന റിസ്ഖി ലൻ യഖുദുഹു ഗൈരി, എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്, എൻ്റെ റിസ്ക്, എൻ്റെ ഉപജീവനം, എൻ്റെ ഭക്ഷണം അത് റബ്ബ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അത് ആരും കൊണ്ടുപോവുകയില്ല. നമുക്ക് റബ്ബ് നിശ്ചയിച്ച ഉപജീവനം ഈ ഭൂമിയിലുണ്ട്, അത് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാൽ മതി. അത് 5 വക്ത് നിസ്കരിച്ചത് കൊണ്ടോ നമ്മൾ സക്കാത്ത് കൊടുത്തുകൊണ്ടോ അതിനൊരു കോട്ടവും സംഭവിക്കുകയില്ല, അത് അവിടെ തന്നെ ഉണ്ടാകുമെന്ന കൃത്യമായ ഉറപ്പെനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിനൊരു ബേജാറില്ല, എൻ്റെ മനസ്സിനൊരു ബുദ്ധിമുട്ടില്ല. ആ സമ്പത്തിനെ ഓർത്തുകൊണ്ട് അത് അവനെടുത്തുകൊണ്ട് പോകുമോ, എനിക്ക് നഷ്ടമുണ്ടാകുമോ, അങ്ങനത്തെ ഒരു മനപ്രയാസവും എൻ്റെ മനസ്സിനില്ല. എൻ്റെ മനസ്സെപ്പോഴും സമാധാനത്തിലാണ്, ശാന്തിയിലാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാനേയുള്ളൂ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെയുള്ളൂ. ആ പരലോകത്തേക്ക് ആരും നമ്മുടെ കർമ്മങ്ങളുമായി കടന്നു വരികയില്ല. ഈ ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. റബ്ബെന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നവനായി, വൃത്തികേട് ചെയ്യുന്നവനായി, തോന്നിവാസം ചെയ്യുന്നവനായി ആ റബ്ബിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നതിനെ ഞാൻ വല്ലാതെ ലജ്ജിക്കുന്നു. മരണം എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരുക്കത്തിലാണ്, കർമ്മങ്ങളിലാണ് ഞാനെന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, റമദാൻ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായി അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഹിദായത്തിൻ്റെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് നമ്മുടെ കഴിവല്ല, അത് നമ്മുടെ മാതാപിതാക്കളുടെ കഴിവല്ല, അത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, നന്മ നിറഞ്ഞൊരു മനസ്സ് റമദാനിലും അതിനുശേഷം ഈ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാനൊക്കെ സാധിച്ചത് വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, റബ്ബിന്റെ മഹത്തായ ഔദാര്യം കൊണ്ടാണ്, റബ്ബിന്റെ മഹത്തായ കാരുണ്യം കൊണ്ടാണ്. അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാൾക്കും നന്നാകാൻ കഴിയില്ല, നിങ്ങൾക്കൊരാൾക്കും നല്ലവരാകാൻ കഴിയില്ല. എങ്ങനെയല്ലാതെ? റബ്ബ് നമ്മളെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടല്ലാതെ. റബ്ബ് നമുക്ക് ആ ഒരു മഹാസൗഭാഗ്യം നൽകിയത് കൊണ്ടാണ് ഈ പള്ളിയിൽ ഇങ്ങനെ ഈ ജുമഅയുടെ സമയത്ത് ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരുപാട് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഒരു വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാൻ അവരുടെ മനസ്സ് തോന്നുന്നില്ല. ഒരു റമദാനിൽ പോലും നോമ്പനുഷ്ഠിക്കാൻ തോന്നാത്ത, അവർ തോന്നിവാസികളും താൻ തോന്നികളുമായി പുറത്ത് ജീവിക്കുന്ന ആളുകൾ പെടുത്താതെ ഈ നന്മകളുള്ള ഒരു മനസ്സിന്റെ ഉടമകളാക്കി ഈ പള്ളിയിലേക്ക്, ഈ നന്മകളിലേക്കൊക്കെ റബ്ബ് നമ്മുടെ മനസ്സിന് തൗഫീക്ക് നൽകിയെങ്കിൽ അത് റബ്ബിന്റെ അതിമഹത്തായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. വലാകിന്നല്ലാഹ യുസക്കി മയ്യശാ, അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം നൽകുന്ന മഹത്തായ ഔദാര്യമാണത്. വല്ലാഹു സമീഉൻ അലീം, അവനെല്ലാം കേൾക്കുന്നവനുമെല്ലാം അറിയുന്നവനുമാണ്. അതുകൊണ്ട് അല്ലാഹു തന്നൊരു മനസ്സ്, നന്മകൾ ചെയ്യാൻ, നന്മകൾ കേൾക്കാൻ, നന്മകൾ പ്രവർത്തിക്കാൻ ആ റബ്ബ് നൽകിയ ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നന്ദി ചെയ്യേണ്ട ഒരു മനസ്സാണ്, ശുക്ർ ചെയ്യേണ്ട ഒരു മനസ്സാണ്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ നന്ദി ചെയ്യേണ്ടത്? നമ്മൾ പരിശുദ്ധ റമദാനിൽ നേടിയെടുത്ത സൽക്കർമ്മങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകണം, നേടിയെടുത്ത സൽക്കർമ്മങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകണം, അതിനെ തുടർത്തിക്കൊണ്ടു പോകണം. അതെല്ലാം അവസാനിപ്പിച്ച് ആ നന്ദി കെട്ടവരായി തീരാൻ നമ്മൾ പാടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ കല്ല, കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലാഹുവിന് കർമ്മങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറേ ചെയ്തു പിന്നെ ഒന്നുമില്ല, അങ്ങനത്തെയുള്ള കർമ്മങ്ങളല്ല അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. മറിച്ച് സ്ഥിരമായി, സ്ഥൈര്യത്തോടുകൂടി, നൈരന്തര്യത്തോടുകൂടി തുടർച്ചയായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം. വഅബ്ദു റബ്ബക
ഹത്താ യഅതിയക്കൽ യഖീൻ. നമ്മുടെ മരണം വരെ നമ്മൾ കർമ്മത്തിൻ്റെ പാതയിലുണ്ടാവണം, നന്മകളുടെ പാതയിലുണ്ടാകണം. മരണം വരെ നമസ്കരിക്കുന്നവരാകണം, മരണം വരെ നന്മകൾ ചെയ്യുന്നവരാകണം, മരണം വരെ റബ്ബിനെ പേടിക്കുന്ന, ആ രൂപത്തിൽ ഭയപ്പെടുന്ന നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുക നമ്മുടെ അന്ത്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. ഇപ്പോൾ കുറേ ചെയ്തു, പിന്നെ മരിക്കുന്ന സമയത്തൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ അന്ത്യം എങ്ങനെയാണ്, അവസാന കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിച്ചും വിലയിരുത്തിയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. നാം ഇപ്പോൾ നന്മയിലാണെങ്കിൽ, ഇനി എല്ലാം നിർത്തിവെച്ച ഒരു സന്ദർഭത്തിലാണ് നാം മരണപ്പെടുന്നതെങ്കിൽ നമ്മളായിരിക്കും നഷ്ടക്കാരെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നേടിയെടുത്തത് നമ്മളിത് നിലനിർത്തണം. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, സന്മാർഗം എനിക്ക് നൽകിയതിന് ശേഷം അതിന് തെറ്റിച്ച് കളയുന്ന ഹതഭാഗ്യവാന്മാരുടെ, ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബേ എന്നെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഅ സഖതിക. അല്ലാഹുവേ, നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, അതേപോലെ ആരോഗ്യം നശിച്ചു പോകുന്നതിൽ നിന്ന്, പെട്ടെന്നുള്ള ദുരന്തങ്ങളിൽ നിന്ന്, നിന്റെ കോപത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നന്മ നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കാനും നേടിയ നന്മകൾ നിലനിർത്താനും അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ട് നന്മകളുടെ മാർഗത്തിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വല്ലാത്ത മത്സരങ്ങളാണ് എല്ലാ രംഗത്തും നമ്മൾ കാണുന്നത്. ഒരേ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളായി ജീവിക്കുന്നവരെ പോലും ഒരുവൻ സമ്പന്നനാണെങ്കിൽ ഒരുപക്ഷെ അപരൻ അല്ലെങ്കിൽ അനിയൻ, ജ്യേഷ്ഠൻ വലിയ സമ്പത്തിൻ്റെ ഉടമയായി ജീവിക്കുമ്പോൾ ചെറിയ ജോലികളിൽ അഷ്ടിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ അവർ തമ്മിൽ വല്ലാത്ത മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുവൻ വലിയൊരു വീട് വച്ചാൽ ഒന്നുമില്ലാത്ത മനുഷ്യനും അതേ രൂപത്തിൽ നിർമ്മിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാലഘട്ടം. ദുനിയാവിന് വേണ്ടി ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത. ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് പറയുന്നു, മന്നാഫസക ഫീ ദീനിക ഫനാഫസു. ദീനിൻ്റെ വിഷയത്തിൽ നിന്നോട് ആരെങ്കിലും മത്സരിക്കാൻ വന്നാൽ നീ അവനോട് മത്സരിച്ചു കൊള്ളുക. ദീനിൻ്റെ വിഷയത്തിൽ. വമന്നാഫസക ഫീ ദുനിയാഹു. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരാൾ നിന്നോട് മത്സരിക്കാൻ വന്നാൽ ഫഅൽഖിഹാ ഫീ നഹ്രിഹി. അത് അവൻ്റെ നെഞ്ചിലേക്ക്, മാറത്തേക്ക് നീ വലിച്ചെറിഞ്ഞോ, അതിൽ നീ തോറ്റാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, പെരുന്നാളിൻ്റെ ആഘോഷവും കഴിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട 5 ഈദുകളുണ്ട്, 5 പെരുന്നാളുകളുണ്ട്. പെരുന്നാളിന് ശേഷം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 പെരുന്നാളുകൾ മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയുകയാണ്, ലിൽ മുഅ്മിനി ഖംസത്തു അയ്യാദിൻ. വിശ്വാസികൾക്ക് 5 പെരുന്നാളുണ്ട്. ആ 5 പെരുന്നാളിൻ്റെയും ഈദിൻ്റെയും ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ പെരുന്നാൾ അദ്ദേഹം പറയുന്നു, കുല്ല യൗമിൻ യമുറു അലൽ മുഅ്മിനി വല യക്തുബു അലൈഹി ദംബുൻ ഫഹുവ യൗമു ഈദ്. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത്, ഒരു ദിവസം അവസാനിക്കുന്ന സമയത്ത്, ഒരു തിന്മ പോലും, ഒരു പാപം പോലും എഴുതപ്പെടാത്ത, ഒരു പാപം പോലും ചെയ്യാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയാൽ, ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയാൽ ആ ദിവസം നമ്മുടെ പെരുന്നാളാണ്. രണ്ടാമത്തെ പെരുന്നാൾ അദ്ദേഹം പറയുന്നു, വൽയൗമുല്ലദീ യഖ്റുജു ഫീഹി മിനദ് ദുനിയ ബിൽ ഈമാനി ഫഹുവ യൗമു ഈദ്. ഈ ദുനിയാവിൽ നമ്മൾ മരണപ്പെടുന്ന വിട പറയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈമാനോടുകൂടി യഥാർത്ഥ വിശ്വാസിയായി ഈ ലോകത്ത് നമ്മുടെ റൂഹ് മലക്കൽ മൗത്ത് പിടിക്കുന്ന സമയത്ത് യഥാർത്ഥ ഈമാനിൻ്റെ വക്താക്കളായി, വിശ്വാസിയായി, യഥാർത്ഥ മുവഹ്ഹിദായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പെരുന്നാളാണ്.
മൂന്നാമത്തെ പെരുന്നാൾ അദ്ദേഹം പറയുന്നു വൽ യൗമുൽ ലദീ യുജാവിസു ഫീഹി സിറാത്ത് വയഅ്മനു അഹ്വാലി യൗമിൽ ഖിയാമ ഫഹുവ യൗമു ഈദ്. സിറാത്ത് എന്നൊരു പാലം കടന്നു വരാനുണ്ട്. ആ പാലത്തിലൂടെ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ, ആ പാലത്തിലൂടെ കടന്നു പോകാൻ ഒരു വിശ്വാസിക്ക് സാധിച്ചാൽ, ഖിയാമത്ത് നാളിലെ ഭീകരതകളിൽ നിന്ന്, ഭയാനതകളിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ സാധിച്ചാൽ അതവൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ പെരുന്നാളാണ്. നാലാമതായി അദ്ദേഹം പറയുന്നു വൽ യൗമുൽ ലദീ യദ്ഖുലു ഫീഹി അൽ ജന്ന ഫഹുവ യൗമു ഈദ്. അള്ളാഹുവിൻ്റെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിന് വിഭാവനം ചെയ്യാൻ കഴിയാത്ത ആ റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസം, പ്രവേശിക്കുന്ന ദിവസം, അത് നമ്മുടെ ജീവിതത്തിലെ നാലാമത്തെ ഈദാണ്. അഞ്ചാമത്തെ ഈദ് എന്നുള്ളത് വൽ യൗമുൽ ലദീ യൻദുറു ഫീഹി ഇലാ റബ്ബിഹി ഫഹുവ യൗമു ഈദ്. നമ്മുടെ റബ്ബിനെ കൺകുളിർക്കെ നോക്കിക്കാണുന്ന, അങ്ങനെ മുഖം പ്രകാശപൂരിതമാകുന്ന നമ്മുടെ സട്ടാവിനെ, നമ്മുടെ റബ്ബിനെ, റഹ്മാനായ റഹീമായ ഗഫൂറായ വദൂദായ ഗഫാറായ റബ്ബിനെ കൺകുളിർക്കെ നോക്കിക്കാണുന്ന മഹാസൗഭാഗ്യത്തിൻ്റെ ദിവസം അത് അഞ്ചാമത്തെ പെരുന്നാളാണ്. അതുകൊണ്ട് ഈ 5 പെരുന്നാളിൻ്റെയും ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ജീവിതത്തിൽ നന്മയിൽ തുടർത്തുകയും നന്മയുടെ വക്താക്കളാവുകയും നന്മയുടെ മാർഗത്തിൽ മുന്നേറുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും പരമകാരുണികനായ റബ്ബ് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുക റഹ്മാനെ. വിദേശത്തുള്ള ഒരു സഹോദരി പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു മാരകമായ രോഗത്തിന് വിധേയമായ ആ സഹോദരി, നാളെ അവർക്ക് അതിപ്രധാനമായ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു റിസൾട്ട് കിട്ടാനുണ്ട്. അത് നെഗറ്റീവായി തീരാൻ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവർക്ക് ലഭിക്കുന്ന ഫലം സന്തോഷപ്രദമായ ഒരു ഫലമാക്കി മാറ്റുമാറാവട്ടെ. പൂർണ്ണമായ ശമനം, ഇപ്പോൾ നിലവിലുള്ള രോഗാവസ്ഥയിൽ പൂർണ്ണമായ ശമനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലുമെല്ലാം അള്ളാഹു ബറക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم توفنا مسلمين وألحقنا بالصالحين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.